മരം ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ. ആദ്യം തന്നെ നല്ല ഭംഗിയുള്ള ഒരു കനത്ത തടി, എത്രയും നാൾ ഈട് നിൽക്കാൻ പറ്റുമോ അത്രയും നാൾ നിൽക്കാൻ പറ്റുന്ന അത്രയും ഭംഗിയുള്ള കുറച്ച് ശീലങ്ങളൊക്കെ ഉള്ളൊരു നല്ല തടി എടുക്കുക. തടിയുടെ തൊലിയെല്ലാം ചെത്തി മിനുക്കി തന്നത് അനിയനാണ്. പിന്നീട് വാർണിഷും അവൻ തന്നെയാണ് അടിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ വാർണിഷ് അടിച്ച് വേണം നമ്മൾ ഈ ഒരു തടിയെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിതൽപുറ്റുകൾ വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു തടി ഞാൻ എടുത്തത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നും ഒരു ഒടിഞ്ഞു വീണ പ്ലാവിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ആ ഒരു പ്ലാവിൻ തടിയെ തേച്ച് മിനുക്കി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി റബ്ബർ ചിരട്ടകൾ കുറേ ഞാൻ പരിസരങ്ങളിൽ നിന്നൊക്കെ പറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ തേച്ച് മിനുക്കി അതിനകത്ത് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഹോൾസ് എല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തടി ഒന്ന് കാണണ്ടേ, ദേ കിടക്കുന്ന വെട്ടിയിട്ട വാഴത്തണ്ട് കണക്ക് കിടക്കുന്ന നമ്മുടെ തടി. ഇനി ഈ വെല്ല് മൊത്തം ആണിയടിച്ച് സെറ്റാക്കി നമുക്ക് ആ ഒരു ചിരട്ടകളെല്ലാം ഉറപ്പിച്ച് വെക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നല്ല തടി നോക്കി തന്നെ സെലക്ട് ചെയ്യണം. നമ്മൾ ആണി അടിച്ചാൽ പൊട്ടിപ്പോകാത്ത, അല്ലെങ്കിൽ രണ്ട് കാറ്റ് വീശിയാൽ പോകാത്ത അത്രയും കനത്ത തടി വേണം സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തടി ഇതുപോലെ നിലത്തിട്ട് വേണം നമ്മൾ ആണി അടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു സമയത്തും നമ്മൾ കറക്റ്റ് അത് ഏത് ഭാഗത്തേക്കാണോ തിരിച്ചു വയ്ക്കുന്നത് അതനുസരിച്ച് വേണം ചട്ടികളോ അതിനകത്ത് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ചിരട്ടയ്ക്ക് പകരം ചട്ടി അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഷെല്ലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ആയാലും നല്ല ക്രിയേറ്റീവായിട്ട് നമ്മളൊരു മരം ഇവിടെ സെറ്റാക്കി എടുക്കുകയാണ്. വളരെ സ്പീഡിലാണ് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ടൈം മിനക്കെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വളരെ സ്പീഡപ്പായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദേ ഇവിടെ ചാരി നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം കൂടി ഉണ്ട്, ചെടി വേണം. ഏത് ചെടി വെക്കണമെന്നുള്ള ആകെ കൺഫ്യൂഷനിൽ ഞാൻ ചെടിക്കടയിലേക്ക് ചെന്ന് കയറിയിട്ടുണ്ട്. ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് ഓടി ചെന്നതാട്ടോ. അവിടെ ചെന്നത് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. ചെടി എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഒരുപാട് ടൈപ്സ് ഫ്ലവറിങ് പ്ലാന്റ്സ്, സീനിയ ഉണ്ട്, ജമന്തി ഉണ്ട്, നമ്മുടെ ഡാലിയാസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ പെട്ടൂണിയാസ് ഉണ്ട്, ഡയാന്തസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഡയാന്തസ് തന്നെ സെലക്ട് ചെയ്യാമെന്ന്. ബാക്കിയുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കാലം നിൽക്കുന്നത് ഡയാന്തസ് ആണെന്ന് ഫീൽ ചെയ്തു. അങ്ങനെ ഒരുപാട് സെലക്ട് ചെയ്തതേ ഇപ്പോഴാണ് ഒരു പണി കിട്ടിയത് മനസ്സിലായത്. ഞാൻ ഇനി എവിടെ ഇരിക്കും, എങ്ങനെ പോകുമെന്ന് അറിയാൻ നിന്നുപോയി. അപ്പോൾ ഉണ്ട് കടയിലെ മുതലാളിയും ഞാൻ ചിന്തിച്ചതുപോലെ ചിന്തിച്ചെന്ന് തോന്നുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോയി. എങ്ങോട്ടാണ് പോയെന്ന് ഒരു വിവരവും ഇല്ലായിരുന്നു. കുറേ നേരം ഞാൻ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ നിന്ന് നോക്കി. അപ്പോൾ ഉണ്ട് ഒരു വലിയ ഒരു ചട്ടി ചുമന്നിട്ടാണ് അദ്ദേഹം വരുന്നത്. 10 ഡയാന്തസ് വാങ്ങിച്ചപ്പം ഒരു ഡയാന്തസ് എക്സ്ട്രാ കൂടി എനിക്ക് തന്നിട്ടുണ്ട്. മൊത്തം ഒരു കോളടിച്ച ലെവലിൽ ഒരു ചട്ടി ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്തു. ബാക്കി ഇത്രയും പ്ലാന്റ്സും കിട്ടി. എന്തായാലും അദ്ദേഹം തന്നെ വെച്ച് തന്നു. ഓൾ സെറ്റ്. അങ്ങനെ പോവാണ്. ഇനി നമുക്കിത് പ്ലാൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പോണ്ടിൻ്റെ സൈഡിൽ നമ്മൾ ഈ ഇടയ്ക്ക് ഉണ്ടാക്കിയ അതേ പോണ്ട് തന്നെയാണ് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാലോ, മണ്ണൊന്നും കുഴിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെള്ളം ഒഴിച്ചാണ് കുഴിച്ച് എടുക്കുന്നത്. തേക്കിൻ്റെ നേരെ ചുവട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് തണലുള്ള ഏരിയയാണ്. നമുക്ക് ഡയാന്തസിന് ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. അങ്ങനെ കുഴിച്ച കുഴിയിൽ തടിയിട്ട് കുറച്ച് കല്ലൊക്കെ വെച്ച് ഉറപ്പിച്ച് അതിനുശേഷം മണ്ണിട്ട് മൂടി അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കോളിയസ്, നമ്മുടെ കണ്ണാടി ചെടികളാണ് പല സൈസ് കളേഴ്സ് ഞാൻ നട്ട് വെക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഓരോ ചട്ടി, ഇപ്പോൾ ആണി അടിച്ച് വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് ഞാൻ ഓരോ ഡയാന്തസ് ഇങ്ങനെ വെച്ചു എടുക്കുകയാണ്. മണ്ണൊക്കെ കളയണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നഴ്സറി പ്ലാന്റിനകത്ത് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു സോയിൽ ഒരിക്കലും നമ്മുടെ പ്ലാന്റ്സിന് സ്യൂട്ടബിൾ അല്ല. അതെന്നും അതുപോലെ ഇരുന്ന് പോകും, അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കൂടിപ്പോവും. അവർ ചേറൊക്കെ നിറച്ചാണ് വെക്കുന്നത്. ഈ ചെടിക്കടകളിൽ എന്നും വെള്ളം ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് ഈർപ്പം നിൽക്കുന്ന മണ്ണാണ് അവർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഡെയിലി വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ ഒരു രാവിലത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല പ്രകാശമൊക്കെ അടിച്ച് നമ്മുടെ പിറ്റേ ദിവസമാണ് ഈ കാണിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു മനം കവരുന്ന ആഴ്ചയെന്ന് അക്ഷരം തെറ്റാതെ പറയാൻ പറ്റുന്ന ഒരു വ്യൂ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് സ്പോട്ടായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഡയാന്തസ് തന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മൾട്ടി പെറ്റലും സിംഗിൾ പെറ്റൽസും അവൈലബിൾ ആണ്. ഞാൻ മൾട്ടി പെറ്റൽസ് 40 റുപ്പീസിനും സിംഗിൾ പെറ്റൽ 30 റുപ്പീസിനുമാണ് വാങ്ങിയത്. വളരെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് കിട്ടാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ടുള്ള നഴ്സറി സെലക്ട് ചെയ്യുക. വളരെ ഹൈ പ്ലാന്റ്സ് അല്ലെങ്കിൽ കുറച്ച് റേറ്റ് കൂടിയ പ്ലാന്റ്സ് വാങ്ങിക്കുന്നതിൽ നല്ലത് അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങിക്കുക. അപ്പോൾ നമുക്കിതുപോലൊരു അട്രാക്റ്റീവ് സ്പോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പ്ലാന്റിൻ്റെ പോട്ട് ഞാൻ തങ്കൂസ് നൂല് കൊണ്ട് ചില പോട്ട്സൊക്കെ ഒന്ന് വരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.